ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡാൻഡ്രഫ്, അതുപോലെ തന്നെ നമ്മുടെ മുടി ഡ്രൈ ആവുക, മുടി പൊഴിച്ചിൽ, അതുപോലെ നമ്മുടെ മുടി ഇങ്ങനെ അറ്റമൊക്കെ വീണ്ടും പിളറുക, അതിനൊക്കെ ആയിട്ടുള്ള ഒറ്റ ഒരു പോംവഴിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു മരുന്ന്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് അലോവേര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചേറെ ചെമ്പരത്തിയില എടുത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ചേർക്കാൻ കടുകെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളുടെ അലോവേര ജെല്ല് ഒക്കെ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുക്കണം. പിന്നെ നമ്മുടെ ഓരോ ഇലകളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മളൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാറുള്ള കാര്യമാണ്. ഞാൻ ഹസ്ബൻഡിനും ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തായാലും അരയ്ക്കുന്ന കൊടുത്ത് ഹസ്ബൻഡിൻ്റെ തലയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര ജെല്ലൊക്കെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജെല്ലൊക്കെ അടർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് വടിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചെമ്പരത്തിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെന്നൊരു തുളസിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ തുളസിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ചെമ്പരത്തിയിലയും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ പുറത്ത് തന്നെ വെക്കണം, ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല. എന്നിട്ട് ആ കഞ്ഞിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിക്സൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞ് വരണം, അല്ലെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിലൊന്നും ഇത് പിടിക്കത്തില്ല. ഇല അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവയും കൂടെ ചേർത്ത് അരച്ച് ചേർക്കാവുന്നതായിരിക്കും ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സൊക്കെ നല്ല അരഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന ഒരു പാകം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ എൻ്റെയും മുടിയിലിടാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഹെയറിലാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ, ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ. ഇപ്പം ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ നമ്മൾ ഇത് തേച്ച് കഴുകിയൊക്കെ കഴിയുമ്പോൾ നല്ല ഹെയർ നല്ല സോഫ്റ്റ് സിൽക്കി പോലെയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ തലയിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ചിരണ്ടി കൊടുക്കുക. ഹസ്ബൻഡിൻ്റെ തലയിൽ അങ്ങനെ താരനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേ രീതിയിൽ ആദ്യം നമ്മൾ നന്നായിട്ട് ചിരണ്ടി കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗവും. അപ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് നന്നായിട്ട് ഇളകി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മുടിയുടെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ എടുത്തെടുത്ത് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി മൊത്തമായിട്ട് നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഡാൻഡ്രഫിനെ മൊത്തം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ആണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാം നല്ലതായിട്ട് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ മരുന്നെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ മുടി ഓരോ പാർട്ടെടുത്ത് വന്ന് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഹെയർ ഫോൾ അതുപോലെ മുടി പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോ പാർട്ട് ഇങ്ങനെ എടുത്താണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ആത്മാർത്ഥതയോടെ ഇത് പോകണമെന്നുള്ള ചിന്തയോടെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് 100% റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അത് എന്ത് കാര്യമാണേലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് ഇതേ രീതിയിലൊക്കെ ചെയ്താലേ നമുക്ക് ഗുണം ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പാട്ടെടുത്ത് തേച്ചൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ സ്കാൽപ്പിൽ നമ്മളുടെ വിരലുകൾ എത്തിച്ച് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും ആ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മസാജ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. മസാലയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കോമ്പ് വെച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കോമ്പ് വെച്ചിട്ട് ചീവി വിടുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഹെയറൊക്കെ. എന്നിട്ട് അത് അങ്ങനെ ഒരു 25 മിനിറ്റ് 30 മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ സമയത്തൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ.
ഇതിൻ്റെ റിയാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാൻഡ്രഫിൻ്റെ ബാക്ടീരിയയൊക്കെ കൊല്ലുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങോട്ട് നമ്മൾ അമക്കി ചൊറിയുകയൊന്നും ചെയ്യരുത്. നമ്മുടെ സ്കാൽപ്പ് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 30 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയാം. നമ്മൾ ഏതെങ്കിലും വീതി കുറഞ്ഞ ഷാമ്പു അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പുവോ എങ്ങനെ വേണേലും കഴുകിക്കളയാം കേട്ടോ. നമ്മൾ അഥവാ ഷാമ്പു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വാഷ് ചെയ്തു കേട്ടോ. നോക്കുന്ന ഹെയർ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അത് ഷാമ്പു ഒന്നും ഇട്ടില്ല, വെറുതെ വാഷ് ചെയ്തു. വേണമെന്നുള്ളവർക്ക് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹെയറൊക്കെ നല്ല സോഫ്റ്റ് ആവും. അതുപോലെ ഹെയർ ഫാളൊക്കെ നന്നായിട്ട് കുറയും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫും ഒക്കെ നന്നായിട്ട് പോവും. ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവർ ആഴ്ചയിൽ 2 വട്ടം ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവർക്ക് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.